ഇന്ന് അടിപൊളി ഒരു റെസിപ്പിയാണ്, വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. എഗ് മസാല കറിയാണ് ഇന്ന് നമ്മുടെ റെസിപ്പി. ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻസുകളൊക്കെ എഴുതി അറിയിക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് മസാല കറിയാണ്. നമ്മൾ സാധാരണ വെക്കുന്ന പോലല്ല, നല്ല തിക്ക് ഗ്രേവി ഒക്കെ ഉള്ള ഒരു കറിയാണ്. നമ്മൾ സാധാരണ മുട്ടയൊക്കെ എഗ് മസാല കറി വെക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ ഇതൊന്ന് വെറൈറ്റിയാണ്. ഞാൻ ഇനി ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഞാനിവിടെ കുറച്ച് ജീരകം, അതായത് 1/2 ടീസ്പൂൺ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ എഗ് മസാലയുടെ ഒരു ടേസ്റ്റി കണ്ടൻറ്റ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഈ എഗ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുട്ടയാണ്. 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പുഴുങ്ങി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് 2 വലിയ സൈസ് സവോള ഞാൻ ഈ ഒരു വലിപ്പത്തിൽ നൈസായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് യോഗേർട്ട്, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട്. കറുവാപ്പട്ട ഒരു ചെറിയ കഷ്ണം, 2 ഏലക്കായ, 3 ഗ്രാമ്പു. ഇത് മല്ലിപ്പൊടിയാണ്. കുറച്ച് ഗരം മസാല പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 വലിയ സൈസ് തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ജിഞ്ചർ പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതും കൂടെ നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ, ഞാൻ എടുത്തു വെച്ച സവോള നമുക്ക് എണ്ണയിൽ നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തതിന് ശേഷം നമ്മൾ ആറിയ ശേഷം മിക്സിയിലിട്ട് നമ്മളൊന്ന് മൊത്തം പേസ്റ്റ് ആവേണ്ട, ഒരു ഹാഫ് കോഴ്സായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. ഇതിപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന എഗ് മസാലയല്ല, ഇച്ചിരി വെറൈറ്റി ഉണ്ട്. എന്നാൽ നല്ല ടേസ്റ്റിയാണ്. നല്ല ഗ്രേവി, തിക്ക് ഗ്രേവി ഉള്ള ഒരു എഗ് കറിയാണ്. ഇതിനെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കുക. ഇപ്പം നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് കോരി മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് പേസ്റ്റ് ആക്കുകയുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള തക്കാളി എല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് ഒരു പാനിലേക്ക്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കറുവാപ്പട്ടയും ഏലക്കായും ഗ്രാമ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ആയതിന് ശേഷം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ, കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ ഉണ്ട്. വെളുത്തുള്ളി പേസ്റ്റ്, നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവണം, കിടന്ന് പച്ചമണം ഒന്ന് മാറി വരണം. ഇത് നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഞാൻ കുഞ്ഞിതാക്കിയാണ് അരിഞ്ഞേക്കുന്നത്, കാരണം തക്കാളി ഇതിൽ വെന്ത് ഉടഞ്ഞ് നല്ല പേസ്റ്റ് ആവണം. അതിനുവേണ്ടിയാണ് കുഞ്ഞാക്കി അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് വെന്തുടയണം. നമ്മളിട്ട തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, നമ്മൾ പൊടിച്ച് വെച്ച ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പം നമ്മുടെ ഇട്ട മസാലയുടെ എല്ലാം ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ച യോഗേർട്ട് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ലേശം പുളിയുള്ള യോഗേർട്ടാണ്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം നന്നായിട്ട്. നമ്മളിട്ട ഗരം മസാലയൊക്കെ ഒന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ച് സവോളയാണ് ഇടുന്നത്. ഞാൻ ഇവിടെ നന്നായിട്ട് ഒന്ന് കോഴ്സ് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി അരഞ്ഞു പോരുത്, അരഞ്ഞു പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയില്ല. ഇതാകുമ്പോൾ ഇങ്ങനെ നല്ല ക്രിസ്പായിട്ട് കിടക്കും. ഒരു പിടിയുണ്ട്, ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒക്കെ ഒരു സെക്കൻഡ് കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഉപ്പൊക്കെ ഇപ്പോൾ ചെക്ക് ചെയ്യണം. തിളയ്ക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണ് ഇട്ട് കൊടുക്കണം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ ഗരം മസാലയുടെയൊക്കെ നല്ലൊരു സ്മെല്ലുണ്ട്. ഇതിനി ഒരു സെക്കൻഡ് കൂടെ തിളച്ചതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയാണ്. നമ്മൾ സാധാരണ വെക്കുന്ന പോലല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് മസാല കറിയാണ് വിത്ത് തിക്ക് ഗ്രേവി. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ്. ചപ്പാത്തിയുടെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ പൊറോട്ടയ്ക്ക് നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇതുപോലൊന്ന് എഗ് മസാല വെച്ച് നോക്കണം. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പോരാതെ ബെൽ ബട്ടണെ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കമൻസുകളൊക്കെ എല്ലാവരും എഴുതി അറിയിക്കണം. ഇനിയൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.